നമസ്കാരം, എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ശ്രീലക്ഷ്മി MS ആണ്. ഇന്ന് എന്നോടൊപ്പമുള്ള അതിഥി ശ്രീ PJ ഉണ്ണികൃഷ്ണൻ സാറാണ്. സ്വാഗതം സാർ. നമസ്കാരം. അദ്ദേഹം നടനാണ്, സംവിധായകനാണ്, രചയിതാവാണ്, പരിശീലകനാണ്. ഏകദേശം 30 വർഷമായിട്ട് ഈ നാടക മേഖലയിലുണ്ട്. അതോടൊപ്പം തന്നെയാണ് 30ഓളം നാടകങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട്, സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ അപ്പുറം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കേരള സംഗീത നാടകകല അക്കാദമി അവാർഡ് ജേതാവാണ്. അതോടൊപ്പം തന്നെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിട്ട് റിട്ടയർ ചെയ്ത വ്യക്തിയാണ്. ഗ്രാമവികസന വകുപ്പ് എക്സ്റ്റൻഷൻ ഓഫീസറായിരുന്നു. 2020 വിരമിച്ചത്. അപ്പോൾ എൻ്റെ ആദ്യത്തെ ഒരു ചോദ്യം അത് തന്നെയാണ്, ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എങ്ങനെയാണ് ഒരു കലാകാരൻ, അല്ലെങ്കിൽ കലാകാരൻ എങ്ങനെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായി ഇത്രയും വർഷം തുടർന്നു എന്നുള്ളതാണ്. ശരിക്കും നമ്മുടെ സമൂഹത്തിന്റെ ഏത് മേഖലയിലും കല എന്ന് പറയുന്നത്, ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ആൽബർട്ട് ഐൻസ്റ്റീൻ നന്നായി വയലിൻ വായിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ ഒരു റിലാക്സ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു സമാധാനം കണ്ടെത്തുന്നതായിരുന്നു. പക്ഷെ അത് പോട്ടെ, കേരളത്തിൽ ഒരുപാട് സർക്കാർ ഉദ്യോഗസ്ഥര് നല്ല കലാകാരന്മാരായിട്ടുണ്ട്. KSRTCയിലായിരുന്നു ഒരു സമയത്ത് പ്രൊഫഷണൽ നാടകവേദിയിലെ വലിയ പ്രഗത്ഭരായിട്ടുള്ള CC വിൻസെന്റിനെ പോലെയൊക്കെയുള്ള ആൾക്കാർ വർക്ക് ചെയ്തിരുന്നു. എന്നെ സംബന്ധിച്ച് ഞാൻ നാടക പ്രവർത്തനം തന്നെ 30 വർഷമല്ല, ഏതാണ്ട് 82 തുടങ്ങിയതാണ്. സ്കൂൾ ഓഫ് ഡ്രാമ, അത് കഴിഞ്ഞ് ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി, പിന്നീട് 6 മാസം പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലും ആക്ടിങ് പഠിച്ചിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് അക്കാഡമിക് സ്റ്റഡീസ് ഒക്കെ വിട്ടിട്ട് പൂർണ്ണമായും പ്രാക്ടിക്കൽ തിയേറ്ററിൽ തന്നെ നിൽക്കുകയായിരുന്നു ഞാൻ. പക്ഷെ എന്താ പ്രശ്നം വെച്ചാൽ, നമ്മുടെ നാടിനെ സംബന്ധിച്ച് നമുക്ക് കലയുമായി മാത്രം ജീവിക്കുക കുറച്ച് ബുദ്ധിമുട്ടാണ്. എപ്പോഴും ഒരു പെർഫോമൻസ് സമയത്ത് അല്ലെങ്കിൽ എല്ലാവരും നടനെ അല്ലെങ്കിൽ സംവിധായകനെ ഒക്കെ അഭിനന്ദിക്കും, കെട്ടിപ്പിടിക്കും, വലിയ ആരാധനയോടെ നോക്കും. അവിടെ വിട്ടു പോയി കഴിഞ്ഞാൽ അയാൾ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ മാന്യമായ അയാൾക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു സാമൂഹ്യ ചുറ്റുപാട് നമ്മുടെ നാട്ടിലില്ല. അതേസമയം വിദേശത്ത് പല രാജ്യങ്ങളിലും അങ്ങനെയല്ല. ഇന്ത്യയിൽ തന്നെ വളരെ വ്യത്യസ്തമായ കർണാടക, മഹാരാഷ്ട്ര പോലുള്ള സ്ഥലങ്ങൾ, കുറെ ബംഗാൾ പോലെയുള്ള സ്ഥലങ്ങൾ കുറച്ചുകൂടെ വ്യത്യസ്തമാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ എപ്പോഴും ഈ വാക്കുകളിലേ ഉള്ളൂ. കേട്ടിലെ പുലി, കേട്ടിലെ പശു പുല്ലില്ലെന്ന് പറഞ്ഞതുപോലെ. അപ്പം അങ്ങനെയാണ് ഞാൻ എൻ്റെ വാസന. ഞാൻ വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് PSCക്ക് അപേക്ഷിച്ചു, ടെസ്റ്റ് എഴുതി, ജോലി കിട്ടി. പക്ഷേ എൻ്റെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ ഗ്രാമവികസന വകുപ്പിൽ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ എന്ന ജോലിയാണ് കിട്ടിയത്. വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറുടെ പഴയ പേര് ഗ്രാമസേവകൻ എന്നാണ്. ഇത് ശരിക്കും ഒരു ജനപ്രതിനിധിക്കും സർക്കാർ ഉദ്യോഗസ്ഥനും ഇടയിലുള്ള ഒരു ജോലിയാണ്. നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും താഴെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരുടെ ജീവിതം അടുത്ത് കാണാനും അവർക്ക് അർഹമായ ആനുകൂല്യങ്ങൾ വാങ്ങി നൽകാനും ഒക്കെ കഴിയുന്ന ഒരു ജോലിയാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തെ വളരെ അടുത്ത്, നമ്മൾ പലപ്പോഴും നാടകം മാത്രമായിട്ട് ജീവിതത്തെ അങ്ങനെ, ചിലപ്പോൾ നമ്മളൊരു നടനാണെങ്കിൽ ആ സ്ക്രിപ്റ്റിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. പക്ഷെ അല്ല, വളരെ അടിസ്ഥാനപരമായിട്ട് ഏറ്റവും നമ്മൾ ഒരിക്കലും കേരളത്തിൽ ദാരിദ്ര്യമുണ്ടോ എന്നൊക്കെ അല്ലെങ്കിൽ പട്ടിണി ഉണ്ടോ എന്നൊക്കെ അത്ഭുതം കൂറുന്നവരുണ്ട്. പക്ഷെ അതൊക്കെ നേരിട്ട് കാണാൻ കഴിഞ്ഞു. പിന്നൊന്ന്, ഇതൊരു ഫീൽഡ് ജോലി കൂടെ ഉള്ളതാണ്. അപ്പോൾ ഉച്ചവരെയാണ് ഓഫീസ് ടൈം, ഉച്ച കഴിഞ്ഞിട്ട് ഫീൽഡാണ്. അപ്പോൾ അത് എൻ്റെ ജോലിക്ക് ഒരു തരത്തിലും ബുദ്ധിമുട്ടുണ്ടാക്കാതെ, അപ്പോൾ നമ്മുടെ ഓഫീസിൽ ഒരു ദിവസം വരുന്നവർ ഒരു കാഷ്യൂ ഫാക്ടറിയിൽ അവരുടെ ഒരു ജോലി ഒരു ദിവസം ലീവ് എടുത്തിട്ടായിരിക്കും വരുന്നത്. അവരൊക്കെ ഒരു ദിവസത്തെ ശമ്പളം എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ വളരെ പ്രധാനം. അപ്പോൾ നമ്മൾ ഒരിക്കലും അവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. കൃത്യസമയം 10 മണിക്ക് നമ്മൾ ഓഫീസിൽ ഉണ്ടാകണം. അപ്പം അല്ലെങ്കിൽ അവരുടെ കാര്യത്തിന് വീട്ടിൽ പോയി ഞാൻ വീട്ടിൽ നിന്നൊക്കെ ഞാൻ എൻ്റെ സ്വന്തം ചിലവിൽ തന്നെയാണ് പോയി നോക്കുക, അല്ലെങ്കിൽ വീടിൻ്റെ സ്റ്റേജുകൾ നോക്കുക, അങ്ങനെയുള്ള വിവിധങ്ങളായ. അപ്പം അതിനൊരു രീതിയിലും തടസ്സം ഉണ്ടാകാത്ത രീതിയിൽ ജോലി ചെയ്യാൻ കഴിഞ്ഞു എന്ന പൂർണ്ണ വിശ്വാസമുള്ള ഒരാളാണ്. ഒപ്പം തന്നെ നമ്മുടെ ഈ ഒരു കലാജീവിതത്തിന് ഈ വളരെ ഒരുപാട് മെറ്റീരിയൽസ് നമുക്ക് കിട്ടി. അതുകൊണ്ട് എനിക്കിത് ഒരു ബുദ്ധിമുട്ടുണ്ടായി. ഈ ജോലിയുമായിട്ട് ഇപ്പം പറഞ്ഞു ഫീൽഡ് വർക്കുണ്ട്. ഓരോ വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു കലാകാരനായതിന്റെ പേരിൽ അവരുടെ ഒരു സമീപനം എന്തായിരുന്നു? അത് ഞാൻ ജോലി ചെയ്തിരുന്ന സ്ഥലങ്ങളൊക്കെ മിക്കവാറും എന്നെ അത്യാവശ്യമൊക്കെ അറിയാവുന്ന ആൾക്കാരുള്ള സ്ഥലം കൊല്ലം തന്നെയാണ്. കൊല്ലം ജില്ല മാത്രം വെച്ചിട്ടാണ് ഞാൻ ടെസ്റ്റ് എഴുതിയത്. അപ്പോൾ തീർച്ചയായിട്ടും അവർ അങ്ങനെ ഒരു പരിഗണന എനിക്ക് എപ്പോഴും കിട്ടിയിട്ടുണ്ട്.
പിന്നെ നമ്മൾ അതിനപ്പുറത്ത് ഒരു കലാകാരനാകുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒരു കലാകാരൻ്റെ ഏറ്റവും അടിസ്ഥാനം, അത് ഏത് മേഖലയിലായാലും ഏറ്റവും അടിസ്ഥാനപരമായി വേണ്ടുന്നൊരു ഗുണം മറ്റൊരാളെ അറിയാൻ കഴിയുക എന്നുള്ളതാണ്, അയാളുടെ വേദന അറിയാൻ കഴിയുന്നതാണ്. അല്ലാത്ത ഒരാൾക്ക് ഒരിക്കലും ഒരു കലാകാരനാണ്, ഇപ്പോൾ നമ്മളൊരു അഭിനേതാവാണെങ്കിൽ ഒരു കഥാപാത്രത്തെ മറ്റൊരാളെ അറിയുക എന്നുള്ളതാണ് അടിസ്ഥാനം. അപ്പോൾ അത് നമുക്ക് കഴിയുന്നതുകൊണ്ട് തന്നെ അത് കൂടുതൽ ഫലപ്രദമായിട്ട് ചെയ്യാം. പിന്നെ ഒരു കാര്യം കൂടെ പറയും, സംഗീത അക്കാദമി അവാർഡ് എനിക്ക് കിട്ടി, നാടകത്തിൽ കിട്ടിയതുപോലെ തന്നെ മികച്ച VAOയ്ക്ക്, കൊല്ലം ജില്ലയിലെ മികച്ച VAOയ്ക്കുള്ള അവാർഡ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു കലാകാരനാണ്, ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. പക്ഷെ പലപ്പോഴും നമ്മളൊരു കലാകാരൻ്റെ അടുത്ത് ചോദിച്ചാൽ അവരുടെ ജോലി കലാപ്രവർത്തനമാണ്, അല്ലെ, നടനാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന സംവിധായകനാണ്, അത് തന്നെയാണ് അവരുടെ തൊഴില്. പക്ഷെ എന്താണ് അതിൽ നിന്നുകൊണ്ട് ഒരു തൊഴിൽ സ്വീകരിക്കേണ്ടി വരുന്നത്? അങ്ങനെ കൂടി വേണം എന്ന് ആഗ്രഹിച്ചിട്ടാണോ? പഠനത്തിൽ അത്രയും മിടുക്കനായിരുന്നു? അല്ല, ഞാൻ അങ്ങനെ ആഗ്രഹിച്ചിട്ടല്ല. ഞാൻ ശരിക്കും നാടകം കൊണ്ട് തന്നെ, നാടകം തന്നെ ജീവിതം. ഞാൻ സിനിമ ഈ ഇടയ്ക്ക് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഫിലിം ആക്ടിങ്, പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു 20 വർഷത്തിന് ശേഷം ആക്ടിങ് കോഴ്സ് വീണ്ടും തുടങ്ങിയപ്പോൾ അതിൽ കേരളത്തിൽ നിന്ന് പ്രവേശനം കിട്ടിയ ഒരാളാണ് ഞാൻ. നമ്മുടെ ഒരുപാട് സിനിമയിലെ ഒരുപാട് രാജീവ് രവിയെ പോലുള്ളവരൊക്കെ പഠിക്കുന്ന ആ സമയത്താണ് ഞാനും പഠിച്ചത്, അല്ലെങ്കിൽ എഡിറ്റ് രാജ്യത്തിനെ പോലുള്ളവർ പഠിക്കുന്ന സമയത്താണ് പഠിച്ചത്. പക്ഷേ അതൊരു പാഷൻ അല്ലായിരുന്നുകൊണ്ട് തന്നെ ഞാൻ പിന്നെ അതിനകത്ത് കൂടുതൽ ശ്രമങ്ങൾ ഞാൻ നടത്തിയിട്ടില്ല. പക്ഷേ നാടകത്തിലേക്ക് തന്നെയാണ് ഞാൻ പോയത്. അപ്പം നാടകം എപ്പോഴും നമ്മുടെ ഒരു പാഷനാണ്, നമ്മുടെ ഒരു ആവിഷ്കാര മാധ്യമമാണ്. അപ്പം അതിൽ തന്നെ നിൽക്കാൻ കഴിയുമെന്നൊരു വിശ്വാസമായിരുന്നു ഒരു സമയത്ത് എനിക്കുണ്ടായി. പക്ഷെ നമ്മുടെ ഒരു സാമൂഹ്യ ചുറ്റുപാട്, നമ്മുടെ ഒരു പിന്നെ അതിന് അനുയോജ്യമല്ല വാസ്തവത്തിൽ കേരളത്തെ സംബന്ധിച്ച്. അപ്പം നമ്മൾ മറ്റൊരു മാർഗവും കൂടി നമ്മൾ കണ്ടെത്തി. എന്നാൽ അതേസമയം ഇതുകൊണ്ട് മാത്രം വളരെ ഭംഗിയായി ജീവിക്കുന്നവരുണ്ട് കേട്ടോ, ഇല്ല എന്നൊരിക്കലും പറയാൻ പറ്റില്ല. വളരെ ഭംഗിയായി ജീവിക്കുന്ന, വളരെ പ്രഗത്ഭരായ, അവിടെ വരുന്നും എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ ഒരു കാരണം എനിക്ക് എൻ്റെ നാട് വിട്ട് നിൽക്കാൻ താല്പര്യമില്ലായിരുന്നു. അപ്പോൾ എന്നെ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് കഴിഞ്ഞപ്പോൾ എന്നെ മുംബൈയിലേക്ക് വരൂ ഉണ്ണി എന്ന് പറഞ്ഞ് എന്നെ ഇന്ത്യയിലെ വളരെ പ്രഗത്ഭരായ പല സംവിധായകരെ ക്ഷണിക്കുമ്പോൾ ഹൈദരാബാദിൽ ഞാൻ ജോലി ചെയ്യുന്ന സമയത്താണ് ഹൈദരാബാദ് സിറ്റി സിനിമയുടെയും ടെലിവിഷൻ്റെയൊക്കെ ഒരു കേന്ദ്രമായി മാറുന്നു. ആ സമയത്ത് എനിക്ക് അവിടെ വലിയൊരു അപ്രീസിയേഷൻ കിട്ടിയ ഒരാളാണ് ഞാൻ. പക്ഷേ എനിക്ക് എൻ്റെ നാട് നീരാവിൽ എന്നുള്ളത് വിട്ടിട്ട് നിൽക്കാൻ, അല്ലെങ്കിൽ കൊല്ലം വിട്ടിട്ട് നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒരുപാട് എൻ്റെ കരിയറിനെ ഒരു പക്ഷേ വലി കൊടുത്തിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. നീരാവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെ വലിയൊരു സ്ഥാപനമാണ് പ്രകാശ് കലാകേന്ദ്രം, അല്ലേ? അവിടുത്തെ ഒരു പ്രവർത്തനം അല്ലെങ്കിൽ അവിടെയുമായുള്ള ബന്ധം എന്താണ് സർ? പ്രകാശ് കലാകേന്ദ്രം എന്ന് പറയുന്നത് അത് എൻ്റെ അത് ഇപ്പോൾ 64 വർഷമായതാണ്. 58 തുടങ്ങിയാണെന്ന്. അപ്പോൾ 66 വർഷമായി. എൻ്റെ ജ്യേഷ്ഠനായിരുന്നു, എനിക്ക് ഓർമ്മ വരുന്ന സമയത്ത്, ഇതിൻ്റെ ദീർഘകാലം പ്രസിഡൻറ്റും അതിൻ്റെ സംവിധായകനും, നാടകങ്ങളുടെ സംവിധായകനും. അദ്ദേഹം ഇതുപോലെ തന്നെ ഇതിനു വേണ്ടിയിട്ട് ജീവിതം കുറേ ബലി കഴിച്ച ഒരാളാണ്. അപ്പം ഞാൻ വളർന്നു വരുമ്പോൾ കാണുന്ന എൻ്റെ ചേട്ടൻ്റെ നേതൃത്വത്തിൽ വളരെ പ്രഗത്ഭരായിട്ടുള്ള നടന്മാരൊക്കെ ഉണ്ടെന്ന്. അവരുടെ നേതൃത്വത്തിൽ റിഹേഴ്സൽ എൻ്റെ വീട്ടിന് തൊട്ട് അടുത്തുള്ള ഞങ്ങളുടെ തന്നെ ഒരു വീട്ടിലാണ് റിഹേഴ്സൽ. അത് കണ്ടാണ് ഞാൻ വളരുന്നത്. പിന്നെ നീരാവലി പ്രകാശ് കലാകേന്ദ്രം മാത്രമല്ല, അതിനോടൊപ്പം തന്നെ നടരാജ ആർട്സ് എന്ന് പറഞ്ഞ വേറൊരു, രണ്ടിനും 2 രാഷ്ട്രീയമുണ്ട്. കലാകേന്ദ്രം ഒരു ഇടതുപക്ഷമാണെങ്കിൽ സ്വഭാവമുള്ളവരാണെങ്കിൽ നടരാജ ഒരു കോൺഗ്രസ് സംഘടനയാണ്. പക്ഷെ ഇവർ തമ്മിൽ വളരെ രസകരമായി നാടകത്തിന് മത്സരമുണ്ട്. ഓരോ വർഷവും ചിലപ്പോൾ ഒരു നാടകം തന്നെ 2 പേരും എടുത്തിട്ട് മത്സരിച്ച് അവതരിപ്പിക്കുക, അല്ലെങ്കിൽ അവതരിപ്പിക്കുന്നതിൽ പുതിയ ആവിഷ്കാര സമ്പ്രദായങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുക. ഇങ്ങനെ ഒരു വലിയ അങ്ങനെ ഒരു സാഹചര്യത്തിനാണ് ഞാൻ വളർന്നു വരുന്നത്. പിന്നെ അവിടെ നിന്ന്, പക്ഷെ അന്നൊന്നും ഞാൻ അഭിനയിച്ചിട്ടില്ല. എൻ്റെ പ്രീ ഡിഗ്രി കഴിയുമ്പോഴാണ് ഞാൻ നാടകം ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. അതിപ്പോൾ PN മോഹൻ്റെ അന്ന് എൻ്റെ ജ്യേഷ്ഠന് ശേഷം കലാകേന്ദ്രത്തിൻ്റെ അദ്ദേഹം ഇപ്പം ഈ പറഞ്ഞ 2 പേരും ഇപ്പോൾ ഈ കലാകേന്ദ്രത്തിൽ ഇല്ലാത്തവരാണ്, ഞാനും ഇല്ല, അത് വേറൊരു കാര്യം. അപ്പോൾ മോഹൻരായൻ്റെ സംവിധാനത്തിലാണ് നാടകങ്ങൾ അവതരിപ്പിച്ചത്. അപ്പം അങ്ങനെ ആണ് എനിക്കൊരു നാടകത്തെപ്പറ്റി ഗൗരവമായിട്ടുള്ള ഒരു ആലോചന ഉണ്ടാകുന്നത്, സ്കൂൾ ഓഫ് ഡ്രാമയിലേക്ക് പോകണമെന്ന്. അപ്പം SM കോളേജിൽ പഠിക്കുമ്പം യൂണിവേഴ്സിറ്റി നാടകോത്സവത്തിൽ പങ്കെടുത്തു, സമ്മാനം കിട്ടുകയൊക്കെ ചെയ്തൊരു സാഹചര്യത്തിലാണ് സ്കൂൾ ഓഫ് ഡ്രാമയിലോട്ട്. അപ്പം നീരാവിലെ ആ ഒരു നാടകത്തിൻ്റെ ഒരു അന്തരീക്ഷം അതിപ്പോഴും വളരെ സജീവമായിട്ടുണ്ട്. ഞാനില്ലെങ്കിലും പ്രകാശ് കലാകേന്ദ്രം വളരെ സജീവമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ അവിടെ അങ്ങനെ ഈ ഒരു 2-3 തലമുറയായിട്ട് വിതച്ച ഒരു
ഇത്തവിടെ ഇപ്പോഴും. ശരിക്കും അതെ, ഒരുപാട് കലാകാരന്മാരെ കുഞ്ഞുങ്ങളെ അല്ലേ വളരെയധികം വാർത്തെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതിലേക്ക് വരുവാണ് സാറിന്റെ പരിശീലനങ്ങളിലേക്ക് എനിക്ക് വരാൻ ഒരു ചോദ്യം. എങ്ങനെയായിരുന്നു കുട്ടികൾ ഈ നാടകം പഠിപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുന്നതിലോ ഉള്ള സാറിന്റെ ഒരു പങ്ക്? എൻ്റെ നാടക പരിശീലനം ശരിക്കും ഞാൻ സ്കൂൾ ഓഫ് ഡ്രാമയിൽ 90 കഴിഞ്ഞു. അതിനുശേഷം 93 പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് കഴിഞ്ഞു. അത് കഴിഞ്ഞ് വരുന്ന സമയത്താണ് കൊല്ലത്ത് പബ്ലിക് ലൈബ്രറി ആൻഡ് റിസർച്ച് സെൻറ്റർ സോപാനം ഓഡിറ്റോറിയം പണി പൂർത്തിയാക്കുന്നത്. അപ്പം അന്ന് രവീന്ദ്രനാഥ് നായർ രവി മലയാളിയുടെ വലിയ താല്പര്യമായിരുന്നു സിനിമ. അദ്ദേഹം സിനിമയെ പോലെ തന്നെ നാടകത്തെയും വലിയ ഇഷ്ടപ്പെട്ട ഒരാളാണ്. ഇങ്ങനെ ഒരു നാടക പഠന കോഴ്സ് തുടങ്ങാൻ തീരുമാനിക്കും. അപ്പോൾ ഞാൻ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് വന്ന കൊല്ലത്ത് നിന്ന് ഉള്ള ഒരാളെന്ന നിലയിൽ കടവൂർ ജി ചന്ദ്രപിള്ള എന്ന് പറഞ്ഞ ഒരു വലിയ അന്നത്തെ ഒരു വലിയ നാടകത്തുണ്ട്. അദ്ദേഹം അതിൻ്റെ സെക്രട്ടറി ആയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അതിലൊക്കെ ഭാസ്കരുന്നു. അപ്പോൾ അവർ എന്നെ അതിൻ്റെ കോർഡിനേറ്ററായിട്ട് വിളിക്കുകയും അങ്ങനെ അതുമായി ബന്ധപ്പെട്ടാണ്ട് 95 മുതൽ ഏതാണ്ട് 2001 വരെ ആക്ടിങ് കോഴ്സ് ഉണ്ടായിരുന്നു. ഒരു പക്ഷേ അന്നത്തെ കേരളത്തിലെ ഏറ്റവും സ്കൂൾ ഓഫ് ഡ്രാമ കഴിഞ്ഞാലുള്ള ഏറ്റവും നല്ല കോഴ്സായിരുന്നു. ഒരു വർഷം ഹോളിഡേയ്സ്, അതുപോലെ തന്നെ എൻ്റെ 4-5 മേജർ പ്ലേസ് ചെയ്യുന്നു. അപ്പോൾ അതിൽ നിന്ന് വന്നവരൊക്കെ ഇപ്പോഴും ഉണ്ട്. ഇപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് അറിയാവുന്ന ഒരാളാണ് രാജേഷ് ശർമ്മ. ശർമ്മ അവിടെ പഠിച്ച ഒരാളാണ്. അതിൽ KPSC അജിത്ത്, പിന്നെ സിനിമ ചെയ്തിട്ടുള്ള മണിക്കുട്ടൻ, സിനിമ ആയിട്ടുള്ള ഷൈജു, 2-3 പേര് സിനിമകൾ ചെയ്തിട്ടുണ്ട്. നാടകങ്ങൾ സംവിധാനം ചെയ്യുന്നു. KPSC ഉൾപ്പെടെയുള്ള സംഘങ്ങളിൽ അഭിനയിച്ചുകൊണ്ടിരിക്കും. ഞാനൊരു വർഷം KPSC കളിച്ചിട്ടുള്ള ആളാണ്. അപ്പം അങ്ങനെ അപ്പം അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഡോക്ടർ എസ് രാമാനിയനെ പോലെയുള്ളവർ വന്നിട്ട് കുട്ടികളുടെ വർക്ക്ഷോപ്പും ചെയ്തിരുന്നു. അപ്പം അങ്ങനെയാണ് ഈ കുട്ടികളുമായിട്ടുള്ള ഒരു ബന്ധം തുടങ്ങുന്നത്. പിന്നെ അതിനുശേഷം ഞാൻ കോന്നി ഉള്ള ഐരവണം എന്ന് പറയുന്ന സ്ഥലത്തുള്ള PSVP എന്ന് പറഞ്ഞൊരു സ്കൂളിൽ വേണ്ടിയിട്ട് കുറേ കാലം നാടകം, മലയാള നാടകം, സംസ്കൃത നാടകം കുട്ടികൾക്ക് വേണ്ടി ചെയ്തിരുന്നു. അപ്പോൾ അതൊക്കെ വളരെ മികച്ച രീതിയിൽ സമ്മാനം കിട്ടുകയും പൊതുജനങ്ങളുടെ ഒരു അപ്രീസിയേഷൻ കിട്ടുകയും ഒക്കെ ചെയ്തിട്ടുള്ള നാടകങ്ങളാണ്. പിന്നീട് ഞാൻ കുട്ടികളുടെ ഒരു ഇത് വിട്ടിട്ട് മേജർ തിയേറ്ററിലേക്ക് മാറി. ഇപ്പം എനിക്ക് പറ്റിയ ഒരു പ്രശ്നം, ഞാൻ ഒരേ സമയം ഞാൻ അഭിനേതാവാകാൻ വേണ്ടിയാണ് സ്കൂൾ ഓഫ് ഡ്രാമ പോയെങ്കിലും ഈ നീരാവിലെ വരികയും നീരാവിലെ നാടകപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് എനിക്ക് സംവിധാനം ചെയ്യേണ്ടി വന്നു. അപ്പം അങ്ങനെ സംവിധാനം ചെയ്യാൻ വേണ്ടി എഴുതേണ്ടി വന്നു. അപ്പം അങ്ങനെ ഈ പല ഭാഗങ്ങളിൽ ശ്രദ്ധ തിരിച്ചതിൻ്റെ ഒരു കുഴപ്പമുണ്ടായിട്ടുണ്ട്. അപ്പം കുറച്ച് നാടകങ്ങൾ എഴുതി, അത് കുറേ നാടകങ്ങൾ ഞാൻ തന്നെ സംവിധാനം ചെയ്തതാണ്. അത് പ്രകാശ് കലാനന്ദത്തിനെയൊക്കെ സംബന്ധിച്ച് കലാനന്ദത്തിൻ്റെ ഒരു പ്രവർത്തനത്തിൽ മാറ്റം ഉണ്ടാക്കുന്ന പഴയുടെ ഈശ്വരം പോലുള്ള നാടകങ്ങളൊക്കെ ഞാൻ എഴുതി. അവസാനം ശർമ്മ പ്രധാന കഥാപാത്രമായിട്ട് അഭിനയിച്ച ഏകാന്തം എന്ന് പറയുന്ന നാടകം വരെയുള്ള നാടകങ്ങൾ ഞാൻ എഴുതിയിട്ടുള്ളതാണ്. അപ്പം അങ്ങനെ പിന്നെ അതോടൊപ്പം ഈ പരിശീലനവും ഇങ്ങനെ പല ഭാഗങ്ങളിലായിട്ട് നമ്മുടെ ശ്രദ്ധ. കുട്ടികളുടെ ഒരു താല്പര്യം എത്രത്തോളം വലുതാണ്, അല്ലെങ്കിൽ ഈ ഒരു പരിശീലനം നൽകിയപ്പോൾ തോന്നിയിട്ടുള്ളത്? കുട്ടികളെ സംബന്ധിച്ച് കുട്ടികളെ നമ്മൾ പരിശീലിപ്പിക്കുമ്പോൾ, നാടകം പരിശീലിപ്പിക്കുമ്പോൾ അവരെ ഒരു അഭിനേതാവാക്കുകയോ സംവിധായകൻ അല്ലെങ്കിൽ സംവിധായികയാക്കുകയോ ചെയ്യുന്നതിനപ്പുറം അവരുടെ ഒരുപാട് ടാലൻസിനെ ഉണർത്തിയെടുക്കാൻ, അവരുടെ പഠനത്തിന് തന്നെ അവരെ സഹായിക്കുന്ന രീതിയിൽ അവരുടെ കോൺസെൻട്രേഷൻ, ഒബ്സർവേഷൻ, ഇമാജിനേഷൻ, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ഇതിനെയൊക്കെ നമുക്ക് വളർത്തിക്കൊണ്ടുവരാൻ കഴിയുന്ന രീതിയിലുള്ള ഒരുപാട് തിയേറ്റർ ഗെയിംസും എക്സർസൈസുകളും ഒക്കെ ഉൾപ്പെടുന്നതാണ് ഈ കുട്ടികളുടെ നാടക പരിശീലനം. ശരിക്കും പറഞ്ഞാൽ അത് കുട്ടികൾക്ക് അവതരിപ്പിക്കാൻ കഴിയുന്ന വിഷയം അതൊരു മുതിർന്നവരിൽ നിന്ന് വ്യത്യസ്തമാണ്. അത് മാറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം ഞാനൊരു കുട്ടിയായിരുന്നപ്പോഴുള്ള അവസ്ഥയിൽ ഇപ്പോഴത്തെ കുട്ടികൾ പുതിയ ടെക്നോളജിയൊക്കെ വന്നിട്ട് അവരുടെ മുഴുവൻ വിഷ്വൽ കൺസെപ്റ്റ് ഒക്കെ ഭയങ്കരമായിട്ട് മാറി. അത് തന്നെയാണ് നമുക്കിപ്പോൾ ഒരു കുട്ടിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവരാദ്യം നോക്കുന്നത് ആദ്യം സീരിയൽ, അതല്ലെങ്കിൽ സിനിമാസ്, എത്രത്തോളം സിനിമയിൽ എത്താം എന്നുള്ളതാണ് അവരുടെ ചിന്ത എന്ന് പറയുന്നത്. ഇപ്പൊ അവരെത്രത്തോളം ഈ നാടകമൊക്കെ പരിശീലിക്കുന്നതിൽ താല്പര്യം വരുമെന്നുള്ളതാണ് എനിക്കൊരു സംശയം തോന്നുന്നത്. കുട്ടികളെ സംബന്ധിച്ച് ഇപ്പോഴും ഈ സോപാനത്തിൽ വീണ്ടും ഒരു കുറെ കാലം മുടങ്ങി കിടന്നിട്ട് ഇപ്പൊ വീണ്ടും ഈ സിനിമയിൽ പെട്ടെന്ന് എത്തുക എന്നൊരു മാർഗം അങ്ങനെയുള്ളവരും ഉണ്ട്. ഇപ്പൊ നമ്മള് സിനിമയിൽ പോകുന്ന, ഇപ്പൊ സിനിമയിൽ വളരെ പ്രഖ്യാതരായിട്ടുള്ളവരൊക്കെയും തിയേറ്ററിൽ നിന്ന് വന്നവരാണ്. വളരെ ചുരുക്കം വരെ ഉള്ളൂ അങ്ങനെ അല്ലാതെ നേരിട്ട് സിനിമയിലേക്ക് വന്നവർ. കാര്യം അഭിനയത്തിന്റെ ഒരു ബേസിക് പഠിക്കാൻ നാടകമാണ് നല്ലത്. ഇപ്പോൾ വളരെ ഇപ്പോൾ ഈ ഛായാമുഖി എന്ന് പറഞ്ഞ മോഹൻലാലും മുകേഷ് ഏട്ടനും അവതരിപ്പിച്ച നാടകം യഥാർത്ഥത്തിൽ പ്രകാശ് കലാനന്ദത്തിന്റെ പ്രൊഡക്ഷൻ ആയിരുന്നു. അത് ഒറിജിനൽ പ്രൊഡക്ഷൻ കലാനന്ദത്തിന്റെ ആയിരുന്നു. അത് ഞാൻ അതിൽ കീഴാനായിട്ട് അഭിനയിച്ച ഒരാളാണ്.
അന്ന് ഇപ്പോഴേ സ്കൂൾ ഓഫ് ഡ്രാമയുടെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ആയിട്ടുള്ള ശ്രീജിത്ത് രമണൻ ഇവിടെ പഠിച്ചിട്ട് പോയ ഒരാളാണ്. ശ്രീജിത്തായിരുന്നു ആദ്യം, പിന്നീട് ഞാൻ. അങ്ങനെ അത് ഡൽഹിയിലുള്ള NST ഫെസ്റ്റിവൽ ഉൾപ്പെടെയുള്ള അത് ആ നാടകം കണ്ടിട്ടാണ് അവരത് എടുക്കുന്നത്. അപ്പം ശരിക്കും സിനിമയുടെ ഒരു ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു രോഗമുണ്ട് അല്ലേ? അതിപ്പോ ഈവൻ കല്യാണം കഴിക്കുന്നവരും അവരുടെ ഈ വീഡിയോ ഷൂട്ട് എന്ന് പറയുന്നത് വലിയ സിനിമയിൽ അഭിനയിക്കുന്ന പോലെ ഒരു വലിയ സംഭവമായിട്ടാണ്. അതെ, സേവ് ദി ഡേറ്റ് എന്നൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ പുതിയ സംഭവങ്ങൾ അതിനകത്ത് ഇങ്ങനെ, അതൊക്കെ ഈ ഒരു ഒരു സ്ക്രീനിൽ ഇത് കാണുമ്പോൾ അതിന്റെ ഒരു അതെപ്പോഴും ഒരു മനുഷ്യനെ ഭ്രമിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നമ്മളൊക്കെ ആ ഭ്രമത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ ശ്രമിക്കുന്നവരാണ്. അല്ല, ഇത്തരം ഭ്രമങ്ങൾ ഒരിക്കൽ പോലും ഒരു പക്ഷെ ആ കാലഘട്ടത്തിലുള്ളവർക്ക് ഉണ്ടായിരുന്നില്ലേ എന്ന് തോന്നിയിട്ടില്ല? ഇപ്പോൾ ഉള്ള അത്രയും ഭ്രമം ആ പഴയ ഒരു കാലഘട്ടത്തിലുള്ള പഴയ കാലഘട്ടത്തില് എനിക്ക് തോന്നുന്നു ഉണ്ടായിരുന്നു ഒരു പരിധി വരെ. പക്ഷെ അത് ഇന്നത്തെ പോലെ അത്ര അപ്രോച്ചബിൾ അല്ലായിരുന്നു. അതിപ്പോൾ എൻ്റെയൊക്കെ കുട്ടിക്കാലത്തിലെ ചെറുപ്പകാലം സിനിമ എന്ന് പറഞ്ഞാൽ പ്രേംനസീർ അങ്ങനെയുള്ള നടന്മാർ ഇതിങ്ങനെ വല്ലപ്പോഴും ഞാനയിലോ വെള്ളി നക്ഷത്രത്തിലോ അങ്ങനെയൊക്കെ ഉള്ളതിൽ കാണുമ്പം വായിച്ച് എന്ന ഒരു ഇതേ ഉള്ളൂ. ഇപ്പം അങ്ങനെ അല്ല. ഇതിപ്പം ഗോദാർദ് പറഞ്ഞൊരിതുണ്ട്, ഈ പേപ്പറും പേനയും പോലെ സിനിമ നിർമ്മിക്കാനുള്ള മെറ്റീരിയൽസ് വളരെ പോപ്പുലർ ആകുന്ന ഒരു കാലത്ത് നല്ല സിനിമ ഉണ്ടാകുന്നു. ഇപ്പം ഏകദേശം അവസ്ഥയിലെത്തി. ആർക്കും ഒരു സിനിമ ഒരു കയ്യിലുള്ള മൊബൈൽ കൊണ്ടുപോലും എടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലെത്തി. അപ്പം ഈ മീഡിയം വളരെ ജനങ്ങളുമായിട്ട് വളരെ അടുത്തു. ഒരുപക്ഷെ ഇപ്പം നാടകം അതിനേക്കാൾ ഇച്ചിരി കൂടെ അകന്ന് നിൽക്കുകയാണോ ഇപ്പോഴത്തെ എന്നുള്ള ഇപ്പം ഈ ചോദ്യം ചോദിച്ചപ്പോൾ ഒരു സംശയമുണ്ടാകുന്നു. കാര്യം എന്ന് വെച്ചാൽ ഒരു നാടകം ജന്മം എടുക്കണമെങ്കിൽ വളരെ നാളത്തെ അധ്വാനം ആവശ്യം. ഒരു മാസം. ഇപ്പം ഞങ്ങൾ ആർട്ടിക് എന്ന് പറഞ്ഞ നാടകം ശാസ്താംകോട്ട ഇടം അവതരിപ്പിച്ച ആർട്ടിക്കിൽ അതിലെ പ്രധാന വേഷം അവതരിപ്പിച്ചു ഇന്റർനാഷണൽ തിയേറ്റർ വെച്ച് ഉൾപ്പെടെ കളിച്ച നാടകമാണ്. അല്ലെങ്കിൽ 2 മുറി അടുക്കള തന്നെ എന്ന് പറയുന്ന നാടകം തിയേറ്റർ ഒളിമ്പിക്സിൽ ഉൾപ്പെടെ കളിച്ച നാടകം തിയേറ്റർ ഇനിഷ്യേറ്റീവ് എല്ലാം അവതരിപ്പിച്ചു. അപ്പം ഇതൊക്കെ ഒരു അവതരിപ്പിക്കാൻ എന്ന അവസ്ഥയിലേക്ക് എത്തുന്നത് വളരെ ദീർഘകാലത്തെ ഒരുപാട് കാലത്തെ അധ്വാനം, ശരിക്കും മാനസികവും ശാരീരികവുമായിട്ടും ഭയങ്കര സ്ട്രഗിളാണത്. ശാരീരികമായിട്ടും സ്ട്രഗിളാണ്, മാനസികമായിട്ടും സ്ട്രഗിളാണ്. അത്തരത്തിലുള്ള ഇപ്പോൾ ഈ ആർട്ടിക് എന്ന് പറഞ്ഞൊരു നാടകത്തിൽ ഭൂഗുരുത്വം നഷ്ടപ്പെട്ടു പോകുന്ന ഒരാൾ, അയാളുടെ ജീവിതത്തിൽ ചെയ്തിരുന്ന മൊത്തം മണല് കച്ചവടം, കല്ല് വെട്ട്, അങ്ങനത്തെ കച്ചവടം, അങ്ങനെ ഭൂമിയെ എന്താണ് ചൂഷണം ചെയ്ത് ജീവിച്ച് സമ്പന്നനായ ഒരാളാണ്. പക്ഷെ അവസാനം അയാൾക്ക് ഉണ്ടാകുന്ന ഒരു ഭ്രമ ഇതാണ് ഇയാളുടെ ഭൂഗുരുത്വം നഷ്ടപ്പെട്ടു പോകുന്നത്. അപ്പം ഇയാളിങ്ങനെ പൊങ്ങിപ്പോകുന്നതായിട്ടൊക്കെ തോന്നി പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുക. അപ്പം ഇത് നമ്മൾ ഫിസിക്കലൈസ് ചെയ്യണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. ഏറെ നാൾ റിഹേഴ്സൽ എടുത്തെങ്കിലേ നമ്മൾ ആ ക്യാരക്ടറിലേക്ക് എത്തത്തുള്ളൂ. അതെ, സിനിമയെ സംബന്ധിച്ച് അങ്ങനെ വേണ്ട എന്നല്ല, പക്ഷെ സിനിമ പ്രധാനമായിട്ടും നമ്മൾ ആ ഒരു ഷോട്ടിൽ എന്താവശ്യപ്പെടുന്നു അത് നൽകുക എന്നുള്ളതാണ്. ഇപ്പോൾ ആന്ദ്രേ തർക്കോവ്സ്കി പോലുള്ള ഏറ്റവും വലിയ നടൻ അദ്ദേഹം പറയുന്നത്, എനിക്ക് ആ ഷോട്ടിൽ എന്താണ് ആവശ്യം അത് തരുന്നയാളാണ് ഏറ്റവും നല്ല നടൻ. അപ്പൊ ഇങ്ങനെ ഇത് വ്യത്യസ്തങ്ങളായ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് ശിഷ്യന്മാരുണ്ട്, ഒരുപാട് പേരുണ്ട്. എനിക്ക് വാസ്തവത്തിൽ എനിക്ക് ഇത്രയും കാലമുള്ള ഒരു എന്താ പറയുക, നമ്മള് ബാലൻസ് ജീവിതത്തിലെ ഒരു ബാലൻസ് ഷീറ്റ് എടുത്താൽ അത് ശിഷ്യന്മാരാണെന്ന് പറയാം. അതോടൊപ്പം തന്നെയാണ് ഇപ്പൊ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. സിനിമയിൽ ഞാൻ കുറെ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. കുറെ സിനിമകൾ അതൊന്നും അത്ര പോപ്പുലറായ സിനിമകളല്ല. പക്ഷെ ഞാൻ നസറുദ്ദീൻ ഷായുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. ബ്ലൂബെറി ഹണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു മൾട്ടിലിംഗ്വൽ സിനിമയാണ്. അനൂപ് കുര്യൻ എന്ന് പറഞ്ഞ പുനെ ഫിലിം ഷൂട്ടിൽ പഠിച്ചാണ് എൻ്റെ സുഹൃത്ത്. അനൂപ് എടുത്ത സിനിമയാണ് ബ്ലൂബെറി ഹണ്ട്. അതിലെ പ്രധാന വേഷം നസറുദ്ദീൻ ഷാ ആയിരുന്നു. അദ്ദേഹത്തിന്റെ കഥാപാത്രം കഴിഞ്ഞാലുള്ള പ്രധാനപ്പെട്ട വേഷമായിരുന്നു എൻ്റെ വേഷം. അപ്പൊ അതൊരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ കുറെ സിനിമകളുണ്ട്. ഞാൻ ഗലീലിയോ എന്ന് പറഞ്ഞ സിനിമ നരേന്ദ്ര പ്രസാദ് സാറ് ഗലീലിയോ ആയിട്ട് അഭിനയിച്ച സിനിമയാണ് ആദ്യം അഭിനയിക്കുന്നത്, ഗലീലിയോയുടെ ഒരു ശിഷ്യനായിട്ട്. പിന്നെ മൺകോലങ്ങൾ എന്നുള്ള ഒരു സിനിമ, അത് ആ വർഷത്തെ മികച്ച നവാഗത സിനിമ സുബ്രഹ്മണ്യ ശാന്തകുമാർ, ബിജു വർമ്മയൊക്കെ ചെയ്തത്. അങ്ങനെ അവസാനം വന്നതിൽ ഖോഖോ എന്ന് പറഞ്ഞൊരു സിനിമയാണ് ഏറ്റവും അവസാനം വന്നതിൽ ഞാൻ കുറച്ച് നല്ല വേഷം, പ്രധാനപ്പെട്ട വേഷം ചെയ്ത്. ഓക്കെ, അതെ. സാറിൻ്റെ അടുത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഞാൻ ചോദിച്ചിട്ട്, അതായത് ഇപ്പോൾ ഈ സിനിമ നമുക്ക്
കൊല്ലംകാർക്ക് ഒരു അന്യം നിന്ന് പോകുന്ന കാര്യമായി പോകുന്നുണ്ടോ? ഒരു പക്ഷേ സിനിമയിലേക്ക് കടന്നു കയറാൻ നമുക്ക് കഴിവുണ്ടായിട്ടും എത്തിപ്പെട്ട് കഴിയാത്തൊരു മേഖലയാകുന്നുണ്ടോ? ഇപ്പൊ കൊച്ചി പോലെ ഒരു സിനിമയുടെ ഒരു കേന്ദ്രമല്ല കൊല്ലം എന്നുള്ളത് കൊണ്ട് ഒരു പക്ഷെ അതിനുള്ള അവസരങ്ങൾ കിട്ടുന്നില്ല. പക്ഷെ കൊല്ലത്ത് വിജയബാബുവിനെ പോലുള്ള വലിയ നമ്മളെ ഒതുങ്ങി പോകുന്നില്ലേ? അതാണ് നമുക്ക് പലരും പറയും. ഇപ്പൊ പലർക്കും ആണെങ്കിൽ തന്നെ ഈ പറയുന്നില്ല, തിരുവനന്തപുരം കൊച്ചിയാണ് കൂടുതൽ ഷൂട്ട് നടക്കുന്നതെങ്കിലും നമുക്ക് ഒരുപാട് നാടകവുമായി ബന്ധപ്പെട്ട കലാകാരന്മാരുള്ള സ്ഥലമായി ആണല്ലോ കൊല്ലം, അല്ലെങ്കിൽ കലാകാരന്മാർ കൂടുതലുള്ള സ്ഥലമായി വരുന്നത്. പക്ഷേ അത്രയും അവസരം അവരെ കിട്ടും. ഇപ്പൊ സാറിനെ പോലുള്ളവർക്ക് തന്നെ ഇത്രയും അവസരങ്ങൾ ഇനി കിട്ടേണ്ടതായിരുന്നില്ലേ? എന്നെ സംബന്ധിച്ച് ഞാൻ അതിനുവേണ്ടി ശ്രമിച്ചിട്ടില്ല. എന്റെ സിനിമ ഒരിക്കലും നമ്മുടെ വീട്ടിൽ വന്നിട്ട് വിളിച്ചോണ്ട് പോകത്തില്ല. നമ്മളത് ഉള്ളിടത്ത് പോയി മുട്ടി. എന്റെ കൂടെ പഠിച്ചിട്ടുള്ള, എന്റെ ഒരു മുറിയിൽ കടന്ന് ഉറങ്ങിയിട്ടുള്ള ഒരുപാട് സിനിമയായിട്ടുള്ളവരുണ്ട്. പക്ഷെ ഞാൻ അവരടുത്ത് ഒരാളുടെ പോലും എനിക്കൊരു വേഷം തരണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്ക് പറ്റിയൊരു വേഷം ഉണ്ടെന്ന് അയാൾക്ക് തോന്നിയാൽ അയാൾ എന്നെ വിളിക്കും എന്നുള്ള പ്രതീക്ഷ. പക്ഷെ അങ്ങനെ അതിനുവേണ്ടി ഞാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്നെ അറിയാവുന്നവരെ വിളിച്ചിട്ടാണ് സീരിയലിലൂടെ. തീർച്ചയായിട്ടും. ഇപ്പൊ രാജേഷ് ശർമ്മ ഒരു നല്ല ഉദാഹരണമാണ്. രാജേഷ് കൊല്ലത്തെ സോപാനത്തിൽ പഠിച്ച ഒരുപാട് പേരുണ്ടെങ്കിലും രാജേഷ് ഇതിനായിട്ട് ശരിക്കും ഒരുപാട് ശ്രമങ്ങൾ കഷ്ടപ്പെട്ടു. ഒരുപാട് പേരുമായി ബന്ധങ്ങൾ ഉണ്ടാക്കി. കൊല്ലത്തുനിന്ന് വിട്ടിട്ട് പോയി നാടകമായിട്ട് തന്നെ പല സംഘങ്ങളിൽ അഭിനയിച്ചു. സംഘയുടെ അക്കാഡമിയുടെ പ്രൊഫഷണൽ നടനുള്ള അവാർഡ് കിട്ടി. പല നാടക പരിശ്രമങ്ങളിലും പങ്കാളിയായി. അങ്ങനെ സാവധാനമായിട്ടാണ് സിനിമയിൽ അയാൾ ഒരു ഇടം കണ്ടെത്തുന്നത്. അപ്പൊ അത് എപ്പോഴും അങ്ങനെ വേണം, അങ്ങനെ പറ്റൂ. അല്ലാതെ വളരെ അപൂർവമായിട്ട് അങ്ങനെ ഒരാളെ വിളിച്ചോണ്ട് പോയി ഇപ്പൊ ചിലരൊക്കെ വാർദ്ധക്യത്തിന്റെ പടിവാതിൽ നിൽക്കുമ്പോഴൊക്കെ യാദൃച്ഛമായിട്ട് സിനിമയെ വരികയും അത് കിട്ടുന്ന ഒരു വേഷത്തിന്റെ ഒരു ഇതനുസരിച്ച് അങ്ങനെയൊക്കെ സംഭവിക്കും. പിന്നെ കൊല്ലത്ത് ഒരുപാട് സിനിമാ താരങ്ങളുണ്ടല്ലോ. കൊല്ലത്ത് മുകേഷ്, സായി കുമാർ, അതിനു മുമ്പ് ജയൻ സിനിമയെ അടക്കി വേണ്ടിരുന്നത്. അങ്ങനെ ഒരുപാട് പേരുണ്ട്. അതിനൊരു പ്രാദേശികത ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ കൊല്ലം ഇപ്പോഴും ഒരുപാട് സിനിമകൾക്ക് ഇപ്പൊ തന്നെ അവസാനം ജ്യോതിശങ്കർ എന്ന് പറഞ്ഞ ജ്യോതിശങ്കറും ഒക്കെ ഇവിടെ കൊല്ലത്ത് ശർമ്മയും ഇവരൊക്കെ ഒരുമിച്ച് ഒരു സമയത്ത് പ്രവർത്തിച്ചിരുന്നവരാണ്. ഞാൻ ഉൾപ്പെടെയുള്ള ഒരു മോന്തായം എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ ജ്യോതിഷിന്റെ സിനിമ, അതെ, മോന്തായം. 4-5 ചെറുപ്പക്കാർ എന്ന് പറഞ്ഞ സിനിമയുടെ മുഴുവൻ കൊല്ലമാണ്. തീർച്ചയായും സന്തോഷമുണ്ട്. കൂടുതൽ സിനിമകൾ നമ്മുടെ കൊല്ലത്തേക്ക് വരട്ടെ, ഷൂട്ടിംഗ് നടക്കട്ടെ. ഇപ്പൊ നമുക്ക് ജയയുടെ ഒക്കെ വെച്ച് നോക്കുവാണെങ്കിൽ തന്നെ അത് ഇവിടെ ബേസി ജോസഫിന്റെ ചിത്രങ്ങളോടെ നമ്മൾ കണ്ടായിരുന്നത് കൂടുതൽ വരണം. അതപ്പോൾ നമുക്കത് കൂടുതൽ ഒരുപക്ഷെ നമ്മുടെ ഇവിടുത്തെ കലാകാരന്മാർക്ക് കൂടുതൽ അവസരങ്ങൾ കിട്ടട്ടെ. അതോടൊപ്പം തന്നെ സാറിന്റെ നാടകത്തിന്റെ എക്സ്പീരിയൻസ് ഒരുപാട് ഈ പറഞ്ഞ ഏകാന്തം, ഛായാമുഖി കാര്യമൊക്കെ പറഞ്ഞു. നാടകത്തിൽ ഇന്നും ഓർത്തു നിൽക്കുന്ന ഒരു കഥാപാത്രം ഏതാണ്? നാടകത്തിൽ ഓർത്തു നിൽക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. ഒന്നേ എന്ന് പറയാൻ പറ്റില്ല. ഏറ്റവും അവസാനത്തു നിന്ന് തുടങ്ങിയാലൊന്ന് ആർട്ടിക് എന്ന് പറഞ്ഞ നാടകത്തിലെ തോമാച്ചൻ എന്ന് പറഞ്ഞ കഥാപാത്രം, ഈ പറഞ്ഞ ഗ്രാവിറ്റി നഷ്ടപ്പെട്ടു വന്ന. അതിനുമുമ്പ് 2 മുറി അടുക്കള തിന്ന എന്ന് പറഞ്ഞ നാടകത്തിലുള്ള ചന്ദ്രൻ എന്ന് പറഞ്ഞത് അത് വളരെ വ്യത്യസ്തമായൊരു നാടകമായിരുന്നു. തലൈവാസൽ വിജയ് ഡൽഹിയിൽ വെച്ച് ആ നാടകം കണ്ടിട്ട് ഇവിടെ അടുത്തുണ്ടോ എനിക്ക് ഒന്നുകൂടെ കാണണം എന്ന് പറഞ്ഞു വന്നൊരു നാടകമാണ്. ഇതൊക്കെയാണ് 1-1.25 മണിക്കൂർ ഞാൻ പുറത്തോട്ട് ഇറങ്ങാതെ നിന്നിട്ട് അഭിനയിച്ച നാടകങ്ങളാണ്. അത് ഛായാമുഖിയിലെ കീചകൻ, അതുപോലെ അരാജകവാദിയുടെ ദാരിഫയുടെ നാടകത്തിലെ മാനിയാക്ക്, മൃച്ഛകടി എന്ന് പറഞ്ഞ നാടകത്തിലെ ശർവിലകൻ, മേരി ലോറൻസ് എന്ന് പറഞ്ഞ നാടകത്തിലെ ലോറൻസ്. ഇങ്ങനെ കുറെ അധികം കഥാപാത്രങ്ങളുണ്ട്. ഇപ്പോഴും നാടകം സംവിധാനം ചെയ്യുന്നു. നാടകം ഞാൻ ഇപ്പൊ സംവിധാനം ചെയ്യൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ സംവിധാനം ചെയ്യൽ ഏകദേശമൊക്കെ ഒഴിവാക്കി. ചില ബൈബിൾ നാടകങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇടയ്ക്ക്, ചില നിർബന്ധത്തിന് വഴി. അഭിനയത്തിൽ കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് അവസരങ്ങളിലേക്ക് ഇനിയും ഇവിടെ തിരക്കുള്ള ഒരു നല്ല നടനായി, ഒരു കലാകാരനായി മാറട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. ഇത്രയും നേരം ഞങ്ങളുടെ ശ്രോതാക്കൾക്ക് വേണ്ടി സമയം കണ്ടെത്തിയതിൽ കമ്മ്യൂണിറ്റി റേഡിയോ പെൻസിലിന്റെ നന്ദി പറയാണ് സർ. ഓക്കെ, അപ്പോൾ ഇത്രയും നേരം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് ശ്രീ PJ ഉണ്ണികൃഷ്ണൻ സാറാണ്. സാറിനോടൊപ്പം പരിപാടിയിൽ നിന്ന് ഇവിടെ പറയുന്നു ശ്രീലക്ഷ്മി എം.